ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ലേറ്റ് നൈറ്റ് തോട്ട്സ് ആണ്. ഈ ഒരു സമയത്ത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് യാതൊരുവിധ കോണ്ടാക്ട്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതിരിക്കുന്ന ഒരു സമയമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ രാത്രി കാലങ്ങളിൽ, അതായത് അവരുടെ ഏറ്റവും പീസ്ഫുൾ ആയിട്ടുള്ള സമയങ്ങളിൽ അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അവരുടെ മനസ്സിൽ നിങ്ങളോട് തോന്നുന്ന ഒരു ഫീലിങ്സ് ഒക്കെ എത്രത്തോളമാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണെ നിങ്ങളുടെ മനസ്സിലേക്ക് നന്നായിട്ട് ഓർക്കുക. അവരുടെ പേരാണെന്നുണ്ടെങ്കിൽ, മുഖമാണെന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് മനസ്സിലേക്ക് കൊണ്ടുവരിക. പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. നെഗറ്റിവിറ്റി കാര്യങ്ങളൊന്നും തന്നെ കണക്ട് ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. Two of Cups, the Emperor, Seven of Cups, Nine of Cups, Chariot, Ace of Cups, Hermit energy, Knight of Wands, Seven of Swords, Four of Swords, the Hierophant, Four of Cups, the Magician, Death and Rebirth, Two of Pentacles, Page of Cups, the Lovers, Two of Swords ആണ് വന്നിരിക്കുന്നത്. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് കിട്ടിയിരിക്കുന്നത് ജഡ്ജ്മെന്റ് എനർജി ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു എനർജി നമുക്ക് ഏത് രീതിയിലാണ് എന്നുള്ളത് നോക്കാം. ഇവരുടെ ഒരു എനർജി ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒക്കെ പറയുകയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ടേണിംഗ് പോയിന്റിൽ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ സംഭവിച്ചിരിക്കുന്ന ആ ഒരു സമയത്ത് ഇവർക്ക് എന്ത് സെലക്ട് ചെയ്യണം, ഏത് രീതിയിൽ ബന്ധത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണോ, എന്താണ് ഇവർ തിരഞ്ഞെടുക്കേണ്ടത് എന്നൊരു ഓപ്ഷൻ വന്നപ്പോൾ നിങ്ങളെ മാറ്റി നിർത്തി അവരുടേതായ ഒരു സെൽഫിഷ് ആയിട്ടുള്ള ചിന്താഗതിയോട് കൂടി നിങ്ങളിൽ നിന്ന് മാറിപ്പോയിരിക്കുന്ന വ്യക്തികളാണ്. പക്ഷെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവർ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് നിങ്ങളോട് സ്നേഹം ഇല്ലാതെയല്ല മാറിപ്പോയിരിക്കുന്നത്, പക്ഷെ സ്വാർത്ഥമായ ഒരു മനോഭാവം അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇമോഷൻസ് കൺട്രോൾ ചെയ്തിട്ട്, എന്ന് വെച്ചാൽ നിങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാതെ സ്വന്തം ലൈഫിന് സ്വന്തം സന്തോഷങ്ങൾക്ക് കുറച്ച് വാല്യൂ നൽകി ഒരു രീതിയിൽ പറഞ്ഞാൽ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. പ്ലാനിങ്ങോട് കൂടി നിങ്ങളെ ചീറ്റ് ചെയ്യാനായിട്ട് വന്ന വ്യക്തികളല്ല, പക്ഷെ ആ ഒരു സമയത്ത് ഇവർ നിങ്ങളെ ചതിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ച് മാറിപ്പോയിരിക്കുന്ന വ്യക്തികളാണ്. എന്നാൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഒരു ഒറ്റപ്പെടലിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവർ ഏത് സിറ്റുവേഷനിലേക്കാണോ നിങ്ങളെ വേണ്ട എന്ന് വെച്ച് പോയിരിക്കുന്നത് ആ ഒരു സിറ്റുവേഷനിൽ അവരത്ര ഹാപ്പി അല്ല. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ ഓർമ്മകൾ, അവർ സ്വന്തം ഹൃദയത്തിലേക്ക് തന്നെ നിങ്ങളെക്കുറിച്ച് ഓർത്ത് ചിന്തിച്ച് വേദനിക്കുന്നുണ്ട്. ഒരു ഗിൽറ്റ് ഫീൽ, ഒരു റിഗ്രറ്റ് ഫീൽ ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ട് തോന്നുന്നുണ്ട്. മാത്രമല്ല വളരെയധികം സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ വളരെയധികം ആത്മാർത്ഥതയോട് കൂടി നിങ്ങളുടെ മുന്നിലേക്ക് അവരുടെ ഇമോഷൻസ് എല്ലാം സറണ്ടർ ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. സറണ്ടർ ചെയ്യാന്ന് പറയുമ്പോഴേക്കും forgiveness ആണ്, ഒരു ക്ഷമാപണം നിങ്ങളിലേക്ക് നടത്തുക. ഇതുവരെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇവർ ഇവരുടേതായ ഒരു സേഫ് സോൺ നോക്കി മാത്രം പ്രവർത്തിച്ചിരുന്ന വ്യക്തികളായിരിക്കാം. നിങ്ങളുടെ കാര്യം വന്നപ്പോഴേക്കും ഒരു നിലപാടില്ലാത്ത രീതിയിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ച് വൈകാരികപരമായിട്ട് ഒരു ഡിസിഷൻസോ കാര്യങ്ങളോ എടുക്കാതെ നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് പോയിരിക്കുന്നവർ. എന്നാൽ ഇപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്കൊരു നീതി നടപ്പിലാക്കേണ്ടത് അനിവാര്യമായ ഒരു കാര്യമാണ് എന്നുള്ളത് നിങ്ങളുടെ വ്യക്തി തിരിച്ചറിയുന്ന ഒരു നിമിഷമായിട്ടാണ് നമുക്കിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നതാണെന്നുണ്ടെങ്കിലും ജഡ്ജ്മെന്റ് എനർജിയാണ്.
വളരെ നീതിപൂർവ്വം നിങ്ങളോട് പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മാനസികാവസ്ഥയിലാണ് ഇവർ നിൽക്കുന്നത്. ഇവരുടെ ഒരു ലേറ്റ് നൈറ്റ് തോട്ട്സ് ആണല്ലോ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു രാത്രി കാലങ്ങളിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അവർ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങളുടെ presence അവർക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ആത്മാർത്ഥമായിട്ട് തന്നെ നിങ്ങളോട് ഒരു genuine ആയിട്ടുള്ള സ്നേഹം തോന്നുന്നുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിലും okay, Six of Cups ന്റെ energy ആണ് വന്നിരിക്കുന്നത്. വളരെയധികം ഒരു attraction ഒക്കെ നിങ്ങളിലേക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവര് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റോ കാര്യങ്ങളോ ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതേക്കുറിച്ചുള്ള കാര്യങ്ങളും അതുപോലെ നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊക്കെ അണിഞ്ഞു നിൽക്കുന്ന ഇപ്പൊ ആഭരണങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോസ് കാര്യങ്ങൾ അതുപോലെ തന്നെ ഇവർക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് നോക്കി നിങ്ങൾ ഓർക്കുക. അതുപോലെ നിങ്ങളുടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സോഷ്യൽ മീഡിയാസിലൂടെ നിങ്ങളെ സെർച്ച് ചെയ്ത് സ്പൈ ചെയ്യുന്നുണ്ടായിരിക്കാം. ആ ഒരു ചേസ് ചെയ്യുന്ന എനർജി അത് കാര്യങ്ങളൊക്കെ ഇവർ നടത്തുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നീതി നൽകണം എന്നൊരു ആഗ്രഹം വരുന്നതിനോടൊപ്പം അവരുടെ മനസ്സിൽ ഭയങ്കരമായ ഒരു അട്രാക്ഷൻ ഫിസിക്കലി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായ ഒരു അട്രാക്ഷൻ നിങ്ങളിലേക്ക് തോന്നുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന്റെ സമയത്ത് ഉണ്ടായിരുന്ന രീതി ആയിരിക്കില്ല ഇപ്പൊ നിങ്ങൾ നിങ്ങളുടേതായ ഒരു എനർജിയിലേക്ക് ഫോക്കസ്ഡ് ആയിട്ടുണ്ടായിരിക്കാം. കുറച്ച് സെൽഫ് ലവ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കാം. അതിൻ്റെതായ ഫിസിക്കൽ അപ്പിയറൻസിലും ചിലപ്പോൾ നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പൊ നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സെൽഫ് ലവ് ആ ഒരു എനർജിയും അതുപോലെ നിങ്ങളുടെ ഫിസിക്കലി ആണെങ്കിലും ആ ഒരു മാറ്റങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ ഭയങ്കരമായിട്ട് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആക്കുന്നുണ്ട്. അവർ ഓരോ നിമിഷവും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. വീണ്ടും അവരുടെ ഹൃദയത്തോട് തന്നെ നിങ്ങളെ ചേർക്കണം, അതും നീതിപൂർവ്വം നിങ്ങൾക്കൊരു നീതി നടപ്പിലാക്കി ഒരു റീബർത്ത് ബന്ധത്തിൽ കൊണ്ടുവന്ന് ചേർത്ത് നിർത്തണം എന്ന് ആഗ്രഹിക്കുന്ന അവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് എടുത്തിരിക്കുന്നത് പോലും ലേറ്റ് നൈറ്റ് തോട്ട്സ് ആണ്. അപ്പൊ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു രാത്രികാല സമയങ്ങളിലെല്ലാം നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഓർക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇതുവരെ അവരുടെ ഒരു കംഫർട്ട് സോണിൽ നിന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വരിക. എന്തൊക്കെ രീതിയിലുള്ള തടസ്സങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടെങ്കിലും അതിപ്പോ നിങ്ങളുടെ ഇമോഷൻസ് ആയിട്ടോ വ്യക്തികളായിട്ടോ തേർഡ് പാർട്ടി എനർജി ആയിട്ടോ എന്താണെന്നുണ്ടെങ്കിലും അതിനെയെല്ലാം സ്വയമേ തന്നെ എതിർത്ത് തോൽപ്പിച്ച് നിങ്ങളിലേക്ക് എത്തുക. കാരണം ഭയങ്കരമായ ഒരു മാറ്റങ്ങൾ അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാടുകൾക്കുള്ള വ്യത്യസ്തതയൊക്കെ വരുന്നുണ്ട്. കുറച്ച് stuck ആയിട്ടാണ് അവർ നിൽക്കുന്നതെങ്കിൽ പോലും ഇമോഷൻസ് പുറത്തേക്ക് ഇപ്പൊ പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളൊരു ഫാമിലി ആയിട്ട് മുന്നോട്ടേക്ക് പോകുന്നവരായിരിക്കാം. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവാനുള്ള സാധ്യതകളുണ്ട്. ലവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കമ്മിറ്റ്മെന്റ് ആഗ്രഹിച്ച് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റിൽ നിൽക്കുന്നവരൊക്കെ ആയിരിക്കും. അപ്പൊ ഈ ഒരു സമയം എന്താണെന്നുണ്ടെങ്കിലും ഇവർ വളരെയധികം നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു എനർജി നമുക്ക് സ്ട്രോങ് ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് ഓരോ സ്പ്രെഡുകളായിട്ട് തന്നെ പറയാം. ഇവിടെ നമുക്ക് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് Two of Cups ന്റെ എനർജിയാണ്. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തി അവരുടെ ഹൃദയത്തിലെ ആ ഒരു സ്നേഹം എത്രയും വേഗം നിങ്ങൾക്ക് നൽകി നിങ്ങളുടെ ഹൃദയത്തിലെ സ്നേഹം എല്ലാ രീതിക്കും പൂർണ്ണമായിട്ടും തന്നെ സ്വീകരിക്കാനായിട്ട് മനസ്സുകൊണ്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ആ ഒരു ഹീലിംഗ് പ്രോസസ് ആണ് നിങ്ങളുടെ വ്യക്തിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ആ ഒരു പാർട്ട്ണർഷിപ്പ് എനർജി അതുപോലെ ഫിസിക്കലി ഒക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങളെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ ലവേഴ്സ് എനർജി ആണ് വന്നിരിക്കുന്നത്. വളരെയധികം ഒരു അട്രാക്ഷൻ ഇമോഷണൽ അറ്റാച്ച്മെന്റ് മാത്രമല്ല ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഭയങ്കരമായിട്ട് ഇവിടെ തോന്നുന്നതായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ലേറ്റ് നൈറ്റ് തോട്ട്സ് ആയിട്ട് എടുക്കുമ്പോൾ. നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ബന്ധത്തിന്റെ ആ ഒരു ഘടനയൊക്കെ വീണ്ടെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വളരെ സ്ട്രക്ചർ ആയിട്ട് വളരെ ഘടനയോടുകൂടി മുന്നോട്ടേക്ക് പോയിരുന്ന ബന്ധമാണ് ഇവരുടെ ഒരു കൈപ്പിഴ മൂലം അല്ലെങ്കിൽ ഇവരുടെ സ്വാർത്ഥമായ മനോഭാവം മൂലം ഇപ്പൊ ഇങ്ങനെ സ്പ്ലിറ്റ് ആയി നിൽക്കുന്ന സിറ്റുവേഷനിലേക്ക് വന്നിരിക്കുന്നത്. പരസ്പരം അത്രത്തോളം സ്നേഹിച്ച് ഒന്നായവരായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ. ചിലപ്പോൾ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞവരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ലവ് മാരേജ് ഒക്കെ ആയിരിക്കാം. ലവ് മാരേജ് അല്ലെങ്കിൽ പോലും നിങ്ങൾ തമ്മിൽ ഒരു ഡീപ്പ് കണക്ഷൻ ഒക്കെ ഉണ്ടായിരിക്കും. ലവേഴ്സ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കിടയിൽ ഒരു സ്ട്രോങ് ബോണ്ടിങ് ഉള്ള വ്യക്തികളാണ്. എന്ത് വന്നാലും ഒരുമിച്ച് നിൽക്കുമെന്നുള്ള രീതിക്ക് ഫൈറ്റ് ചെയ്ത് വന്നവരാണ് നിങ്ങൾ. പക്ഷേ ആ ഒരു സമയത്ത് ആ ഒരു കർമ്മ എന്നൊക്കെ പറയണ പോലെ അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കേണ്ടിയിരുന്ന ഒരു കാര്യങ്ങളായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ സ്നേഹത്തെ നിങ്ങളെ ബ്ലെയിം ചെയ്ത് നിങ്ങളെ തെറ്റിദ്ധരിച്ചിരുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ നിഷ്കളങ്കമായ സ്നേഹത്തെയും നിങ്ങളുടെ നിഷ്കളങ്കമായ മനസ്സിനെയും നിങ്ങളുടെ നിസ്സഹായ അവസ്ഥയെയും ഒക്കെ ഇവർ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹത്തിൽ ഒരു ജെനുവിനിറ്റി ഉണ്ട് അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ ഇവർക്ക് ചേർന്ന എല്ലാ രീതിയിലുള്ള പാർട്ട്ണർ ആണ് നിങ്ങൾ എന്നുള്ള തിരിച്ചറിവ് ഇവരെ ഭയങ്കരമായിട്ട് ഇമോഷണലി വീക്ക് ആക്കുന്നുണ്ട്. പകൽ സമയങ്ങളിലൊക്കെയും ഇവർ ഇമോഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ രാത്രി സമയങ്ങളിൽ ഇവർക്ക് ആ ഒരു ഇമോഷൻസിനെ ഒരു ലിമിറ്റിൽ കൂടുതൽ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കുന്നില്ല. കൈവിട്ട് പോകുന്ന അവസ്ഥയാണ്. കാരണം അവർ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയമാണ്. ലോൺലിനെസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യിക്കുന്നുണ്ട്.
പുറമെ എത്രത്തോളം ഭയങ്കര സ്ട്രോങ് ആണ് ഇവർ എന്നുള്ളത് കാണിക്കുന്നുണ്ടെങ്കിലും വളരെ പ്രാക്ടിക്കൽ മൈൻഡ് സെറ്റ് ആണ് ഇവരുടേത് എന്നുള്ളത് ഇവരെല്ലാവർക്കും മുമ്പിൽ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളിൽ ഒരുപാട് ഇവർ വേദനിക്കുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണിക്കുന്നത്. അതിപ്പോ ഇവർ ചെയ്തു പോയ തെറ്റാണെന്നുണ്ടെങ്കിൽ ആ ഒരു റിഗ്രറ്റ് ഫീൽ, ആ ഒരു കുറ്റബോധം ഇവരെ ഭയങ്കരമായിട്ട് നോവിക്കുന്നുണ്ട്. അതോടൊപ്പം നിങ്ങളിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു അട്രാക്ഷനും അതുപോലെ തന്നെ ആ ഒരു ജെന്യുവിൻ ആയിട്ടുള്ള ഫീലിങ്സും എല്ലാം കൂടെ വന്ന് ഭയങ്കരമായ ഒരു ഡിപ്രസ്ഡ് അവസ്ഥയിലാണ്. ആരൊക്കെ ചുറ്റിനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു സ്നേഹമോ കാര്യങ്ങളോ ഒന്നും ഇവർ സ്വീകരിക്കാൻ തയ്യാറല്ല. അല്ലെങ്കിൽ അവരുടേതായ ഒരു കാര്യങ്ങളിലേക്ക്, കരിയറിലേക്ക് ആയിക്കൊള്ളട്ടെ, അവരുടെ ഫാമിലി റിലേഷൻഷിപ്പ് കാര്യങ്ങളിലേക്ക് ആയിക്കൊള്ളട്ടെ, ഒന്നിലേക്കും കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. മൈൻഡ് കംപ്ലീറ്റ്ലി ആ ഒരു പാസ്റ്റിലേക്ക് വന്ന് നിൽക്കുന്ന അവസ്ഥയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടുള്ള സ്നേഹം, കെയറിങ് അതൊക്കെ അവർ ഓർത്തെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പക്ഷെ അവരുടെ ഈഗോ പൂർണ്ണമായിട്ടും നിങ്ങളിലേക്ക് വരാനോ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു ഇമോഷൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാനോ സമ്മതിക്കുന്നില്ല. പക്ഷെ എങ്കിലും ഉള്ളിന്റെ ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ രീതിക്കും സറണ്ടർ ചെയ്യണം എന്നുള്ളത്. ഇമോഷൻസിനെയൊക്കെ വളരെയധികം സ്ട്രോങ് ആയിട്ട് ബാലൻസ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ എങ്കിലും കൈവിട്ടു പോകുന്ന പല നിമിഷങ്ങളും ഈ ഒരു നൈറ്റ് തോട്ട്സ് നോക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു പഴയ കാലങ്ങള്, ആ ഒരു കാലങ്ങളിലേക്ക് മനസ്സ് പലപ്പോഴും സഞ്ചരിക്കുന്നത് ഈ ഒരു രാത്രി സമയങ്ങളിലായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇമോഷണലി നിങ്ങളുടെ വ്യക്തി ഏറ്റവും കൂടുതൽ വീക്ക് ആവുന്ന ഒരു സമയമാണ് അവരുടെ ഈ ഒരു ഒറ്റപ്പെടല്. ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർ ഒറ്റപ്പെടലൊക്കെ കുറച്ച് ഇഷ്ടപ്പെടുന്ന വ്യക്തികളും കൂടി ആയിരിക്കാം. പക്ഷെ അതൊരു ലിമിറ്റിൽ കൂടുതലായപ്പോൾ ഇപ്പൊ അവർക്കത് താങ്ങാൻ പറ്റുന്നതിന്റെ അപ്പുറം ആയിപ്പോയി. അല്ലെങ്കിൽ ഇവരുടെ ഒറ്റപ്പെടലിലേക്ക് നിങ്ങൾ വന്ന് കയറിയപ്പോൾ അവർ അനുഭവിച്ചിരുന്ന സന്തോഷം ഒരുപക്ഷെ അവർ നിങ്ങളോട് പൂർണ്ണമായിട്ട് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല. അത്രത്തോളം സന്തോഷം കാര്യങ്ങളൊക്കെ അനുഭവിച്ചിരുന്നവരാണ്. എന്നാൽ കുറച്ച് സ്വാർത്ഥമായ മനോഭാവം ഇവർക്ക് ഉള്ളത് കൊണ്ടിട്ട് ഇവരുടെ ലൈഫിൽ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ നിങ്ങൾ അവരെ പൂർണ്ണമായും തഴഞ്ഞു മാറ്റുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ അതിനൊക്കെ ഇപ്പോ ഒരുപാട് വേദനിക്കുന്നുണ്ട്. ഒരു റിഗ്രറ്റ് ഒക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഈ ഒരു സമയത്ത് ഇവരിൽ തോന്നുന്നുണ്ട്. ഹൃദയത്തിലെ ആ ഒരു സ്നേഹം എല്ലാ രീതിക്കും നിങ്ങളിലേക്ക് എത്തിക്കണം. ഇപ്പോഴും അവർ നിങ്ങളെ മറക്കാതെ അവരുടെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്കിടയിൽ ഡിസ്റ്റൻസ് ഭയങ്കര സ്ട്രോങ് ആയി പോയിട്ടുണ്ടെങ്കിൽ പോലും കുറ്റബോധം വന്ന് നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥ ആയതുകൊണ്ടും ചെയ്ത തെറ്റുകളെല്ലാം തിരിച്ചറിയുന്ന ഒരു നിമിഷം ആയതുകൊണ്ടിട്ടും അവരുടെ ഉള്ളിൽ തോന്നുന്ന ആ ഒരു വേദന അതെല്ലാം ഒരു സ്നേഹത്തിന്റെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, ആക്കം കൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതുപോലെ നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്തതിനുള്ള ഒരു ശിക്ഷയും കാര്യങ്ങളൊക്കെ അവരുടെ ലൈഫിൽ ഒറ്റപ്പെടലിലൂടെ അവർ അനുഭവിച്ചിട്ടുണ്ട്. പല രീതിയിൽ അവർ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇവിടെ എന്തായാലും ലോൺലിനെസ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ പോയ വ്യക്തികളാണെങ്കിൽ പോലും ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന പേഴ്സന്റെ എനർജി ഒറ്റപ്പെടൽ തന്നെയാണ്. ഇപ്പൊ തേർഡ് സിറ്റുവേഷനിൽ നിൽക്കുന്നവരാണെങ്കിൽ പോലും ഒരു ഹാപ്പിനെസ് ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. ഇവിടെ നമുക്ക് മജീഷ്യൻ കാർഡ് ആണ് കിട്ടിയിരിക്കുന്നത്. അവരുടെ എനർജിയിലേക്ക് അവർ നിങ്ങളെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എനർജിയിലേക്ക് അവർ ഓട്ടോമാറ്റിക്കലി അട്രാക്ട് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ കാണുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളെ സ്പൈ ചെയ്യുന്ന വ്യക്തികളൊക്കെ ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നവരാണെന്നുണ്ടെങ്കിലൊക്കെ അവർക്ക് നിങ്ങളെ പൂർണ്ണമായും നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്നൊരു ചിന്ത വരുമ്പോൾ ടോട്ടലി അവർ തന്നെ ബ്ലാങ്ക് ആയി മാറുകയാണ്. ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനൊന്നും പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ പൂർണ്ണമായും വിട്ടു പോവാതിരിക്കും. ഇവർ ചിലപ്പോൾ പുറമേ കാണിക്കുന്നത് നിങ്ങളെ വേണ്ടാന്നാണെങ്കിലും ഇവരുടെ ഉള്ളുകൊണ്ട് അവരുടെ എനർജിയിലേക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു പെയിൻഫുൾ ആയ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഒറ്റപ്പെടലെ കാര്യങ്ങളെല്ലാം പൂർണ്ണമായും ഡെത്ത് ആയതിനു ശേഷം അവിടെ നിന്നും നിങ്ങളുടെ ബന്ധത്തിൽ ഒരു റീകൺസിലേഷൻ, ഒരു റീബർത്ത് സംഭവിച്ചിരുന്നുവെങ്കിൽ, അതുപോലെ നിങ്ങൾക്കൊരു നീതി നൽകാനുള്ള അവസരം വന്നിരുന്നുവെങ്കിൽ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ഇവർ ഇങ്ങനെ ചിന്തിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈഗോ ആണെന്ന് ഞാൻ ഓൾറെഡി വീണ്ടും പറയാണ്. കാരണം ഇവർക്ക് പെട്ടെന്ന് നിങ്ങളിലേക്ക് കടന്നു വരാനായിട്ട് ഈഗോ കുറച്ച് ബാലൻസ് ചെയ്യുന്നുണ്ട്, അവിടെ സ്റ്റക്ക് ആണ്. പക്ഷെ എങ്കിൽ പോലും ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇനി എന്തിനാണ് ഈ ഒരു ഈഗോ കാര്യങ്ങളൊക്കെ, പൂർണ്ണമായിട്ടും അതിനെയൊക്കെ ഭേദിച്ചുകൊണ്ട് ആ ഒരു കറുത്ത മറയുടെ ബാക്കിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ അതിൽ നിന്നൊക്കെ പുറത്തേക്ക് വരിക, ഈഗോയൊക്കെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക, അതെല്ലാം കളഞ്ഞ് നിങ്ങളിലേക്ക് എത്തുക, എല്ലാ രീതിക്കും നിങ്ങളിലേക്ക് സറണ്ടർ ആവണം. എത്ര റിസ്ക് എടുക്കേണ്ടി വരികയാണെന്നുണ്ടെങ്കിലും അത് എടുക്കണം. കാരണം ഇതുവരെ നിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ചവരാണ്. എന്നാൽ ഇപ്പൊ ഈ ഒരു സമയത്ത് ഇവരുടെ ലൈഫിൽ ഇവർ സ്ട്രഗിൾ ചെയ്യുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇവർക്കൊരു ഫിനാൻഷ്യൽ ലോസോ ഹെൽത്ത് ഇഷ്യൂസോ അങ്ങനത്തെ ഒരു രീതി മാത്രമല്ല, അങ്ങനെയുള്ളവരും ഉണ്ടായിരിക്കാം. പക്ഷെ ഇവിടെ മെയിൻ ആയിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ഒറ്റപ്പെടലാണ്. മാനസികപരമായിട്ട് തകർന്നു നിൽക്കുന്ന ഒരു അവസ്ഥ. ആരെങ്കിലും ഒന്നൊരു കെയർ ചെയ്യാനോ സപ്പോർട്ട് ചെയ്യാനോ ഒന്ന് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന സിറ്റുവേഷൻ ആണ്. എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്ത് പ്രാക്ടിക്കൽ ആയിട്ട് ലൈഫിനെ കണ്ടിരുന്ന നിങ്ങളുടെ പേഴ്സൺ ഇപ്പോ ഏറ്റവും കൂടുതലായിട്ട് ഒരു പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ട്.
അവരുടെ ലൈഫിലേക്ക് അവർക്കിപ്പോ ആരൊക്കെ കടന്നു ചെല്ലുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും അവർക്ക് ഹാപ്പിനെസ് നൽകുന്നില്ല. ഓർമ്മകളിൽ കംപ്ലീറ്റ്ലി നിങ്ങളാണ്. നിങ്ങൾ കൊടുത്തിരിക്കുന്ന സ്നേഹമാണെന്നുണ്ടെങ്കിലും കെയറിങ് ആണെന്നുണ്ടെങ്കിലും അത് അവരിൽ ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു നൈറ്റ് ടൈമുകളിലൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ആ ഒരു മിസ്സിങ് അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു ഇമ്പാക്റ്റ് അത് എത്രത്തോളം സ്ട്രെങ്ത് ഉള്ളതായിരുന്നു എന്നുള്ളത് സ്വയമേ അവർ തിരിച്ചറിയുന്നത്. അപ്പൊ ഈ ഒരു സമയത്തെ അവരിപ്പോ കാണുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ വീണ്ടും ആ ഒരു പ്രിപ്പറേഷൻ നടത്തുക എന്ന് വെച്ചാൽ ആ ഒരു കറക്റ്റ് ടൈമാണ്. വീണ്ടും ഒന്നുകൂടെ ഇതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു വിധി പോലെ നിങ്ങൾക്കിടയിൽ വീണ്ടും ഒരു റീകൺസിലേഷൻ നടന്നാലോ എന്നൊരു ചിന്ത അവർക്കുള്ളിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഭയങ്കര സ്ട്രോങ് ആയിട്ടൊക്കെ നിങ്ങൾ വേണ്ടാന്ന് വെച്ച് പോയ വ്യക്തികളാണെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയം അവരുടെ മനസ്സിൽ ഒരുപാട് മാറ്റങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ഉള്ളില് അവർ ഒരുപാട് ഒളിപ്പിച്ച് വെച്ചിരുന്ന അല്ലെങ്കിൽ മറച്ചു വെച്ചിരുന്ന ഒരു ഡീപ്പ് ഫീലിങ്സ് ഈ ഒരു സമയം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് സ്പ്രെഡിൽ കാണാൻ സാധിക്കുന്നത്. ഇമോഷണലി ആണെന്നുണ്ടെങ്കിലും ഫിസിക്കലി ആണെന്നുണ്ടെങ്കിലും ഭയങ്കരമായ ഒരു അട്രാക്ഷൻ നിങ്ങളിലേക്ക് തോന്നുന്നു. അതോടൊപ്പം അവരുടെ എനർജിയിലേക്ക് അവരും നിങ്ങളെ വളരെ സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെതായ ഒരു മാറ്റങ്ങൾ നിങ്ങൾക്കിടയിൽ അത്രയും കണക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് തന്നെ പലപ്പോഴും ഇവരുടെ ഓർമ്മകൾ മനസ്സിലേക്ക് കയറി വരിക, വേദനകൾ വീണ്ടും മനസ്സിലേക്ക് തോന്നുക, നിങ്ങൾ മറക്കാൻ ശ്രമിച്ചിട്ടും വീണ്ടും വീണ്ടും ഇവരുടെ ഓർമ്മകൾ കടന്നു വരിക. അതോടൊപ്പം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ തന്നെ നിങ്ങളോട് പറയുക എന്തൊക്കെയോ ചേഞ്ചസ് നിങ്ങളിലേക്ക് വരികയാണ്. അങ്ങനത്തെയൊക്കെ ഒരു ഫേസിലൂടെയാണ് നിങ്ങൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുമായി നിങ്ങൾക്കൊരു ഡീപ്പ് കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ എനർജി നിങ്ങളിലേക്ക് കണക്ട് ആവുന്നത്, ഒരു ടെലിപ്പതി കണക്ഷൻ പോലെ. അതുപോലെ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ഹീൽ ആവാതെ കിടക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾക്കൊരു നീതി ലഭിക്കേണ്ട വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു നീതി നിങ്ങളിലേക്ക് നടപ്പിലാക്കാൻ ഇവർ വന്നേ മതിയാവുകയുള്ളൂ. അപ്പൊ അതിൻ്റെതായ ഒരു ടൈം ആയതുകൊണ്ട് തന്നെയാണ് ഇവരുടെ എനർജിയിൽ ഇങ്ങനത്തെ വേരിയേഷൻസ് കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ആ ഒരു ബന്ധത്തിന്റെ ആ ഒരു ഫൗണ്ടേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്യാനും അതിനെ മുന്നോട്ടേക്ക് വളരെ സ്റ്റഡി ആയിട്ട് തന്നെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ള ചിന്തയിലാണ് ഇവർ നിൽക്കുന്നത്. നിങ്ങൾ അനുഭവിച്ചിരിക്കുന്ന വേദന ഒരു റിഫ്ലക്ഷൻ പോലെ നിങ്ങളുടെ പേഴ്സൺ, ആ ഒരു ഷാഡോ പോലെ, നിഴല് പോലെ ഇവരെ ഇപ്പൊ പിന്തുടരുകയാണ്. നിങ്ങളോട് ചെയ്ത തെറ്റുകൾ തിരുത്തണം എന്നുള്ള ചിന്തകൾ അവരുടെ ഉള്ളിലേക്ക് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. ഇവർ പുറമേ ഇവരുടെ ആ ഒരു ഡേ ടൈമിൽ അതൊന്നും കാണിക്കാതെ നടക്കുന്നുണ്ടെങ്കിലും രാത്രി സമയങ്ങളിൽ ഇവർക്ക് ഒട്ടും ഉറക്കമില്ലാതിരിക്കുന്ന സമയം തന്നെയാണിത്. അവർക്ക് ഉറങ്ങാനൊന്നും സാധിക്കുന്നില്ല. മനസ്സമാധാനം ഒക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു സ്റ്റേജ് ആയിട്ട് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതോടൊപ്പം നിങ്ങളുടെ ഓർമ്മകളും അതുപോലെ നിങ്ങളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളും ഒക്കെ അവരിൽ ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അവർ ചിലപ്പോൾ ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് ഇത്രത്തോളം ചേഞ്ചസ് സംഭവിക്കുമെന്ന്. അതോടൊപ്പം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, പൂർണ്ണമായിട്ടും നിങ്ങൾ അവരെ മറന്നു കഴിഞ്ഞോ? കാരണം നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ടായിരിക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ പുറമേ കാണിക്കുന്നതായിരിക്കാം ഒരുപക്ഷെ. നിങ്ങൾ ഉള്ളിലുള്ള ആ ഒരു പെയിൻ മറച്ചു വെച്ചിട്ട് തന്നെയായിരിക്കാം പുറമേ എല്ലാവരുടെ മുമ്പിൽ ഇനി എന്തിനാണ് അത് കാണിക്കുന്നത് എന്നൊരു ചിന്തയിലായിരിക്കാം നടക്കുന്നത്. പക്ഷെ ഇവർ നോക്കുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. അതാണ് ഇവരെ അത്ഭുതപ്പെടുത്തുന്നതും ഇവർക്കൊരു ഫിയർ ഉള്ളിലേക്ക് വന്നിരിക്കുന്നതും. കാരണം ഇവരുടെ മനസ്സിൽ ഇപ്പോഴാണ് ആഗ്രഹം തുടങ്ങിയിരിക്കുന്നത്, നിങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ, നിങ്ങളെ വേണം എന്നൊരു ചിന്ത. ആ ഒരു ഫിയർ ഒക്കെ വന്നിരിക്കുന്നതുകൊണ്ട് ഈഗോയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവർ ഈ ഒരു ടൈമിൽ, ഈ ഒരു രാത്രി കാലങ്ങളിലാണെന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് ഡീപ്പായിട്ട് ചിന്തിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് സറണ്ടർ ആയാലോ. കാരണം ഇനിയും സമയം മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ കംപ്ലീറ്റ്ലി ഇത് നിലച്ചു പോകും. അപ്പൊ കണ്ണടച്ച് തന്നെ ഒരു തീരുമാനം എടുക്കുക. ഇതുവരെ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ട്രോങ് ഡിസിഷൻ ഇവർ എടുത്തിട്ടില്ലായിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും സ്വന്തം മനസ്സിനെ പറഞ്ഞ് പാകപ്പെടുത്തി വളരെ സ്ട്രോങ് ആയിട്ട് വളരെ പാഷനേറ്റ് ആയിട്ട് കണ്ണടച്ചുകൊണ്ട് തന്നെ ഒരു തീരുമാനം എടുത്ത് നിങ്ങളിലേക്ക് എത്തണം. അതിനിപ്പോ എന്തൊക്കെ തടസ്സങ്ങൾ മുന്നിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും അവർക്ക് ബോധേഡ് അല്ല അവരതിൽ. അല്ലെങ്കിൽ നിങ്ങളെ വേണം എന്നൊരു ചിന്ത ഭയങ്കര സ്ട്രോങ് ആയിട്ട് മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയമായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങളൊരു ഫാമിലി ഒക്കെ ആയിട്ട് പോയവരാണെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റിലേക്ക് കൊണ്ടുവരിക. മാരേജ് ഒക്കെ ചെയ്യാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ആ ഒരു രീതിയിലേക്ക് നിങ്ങൾക്കൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്ത് ഒരു ഫാമിലി ലൈഫായിട്ട് ഒരു റീയൂണിയൻ ഇതിൽ വേണം. ആ ഒരു ഡിസിഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. അത്രത്തോളം ഒരു അട്രാക്ഷനും സ്നേഹവും, അട്രാക്ഷൻ മാത്രമല്ല ഇമോഷണലി ഒക്കെ ആണെന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ നിങ്ങളോട് തോന്നുന്ന ആ ഒരു ഡീപ്പ് ഫീലിങ്സ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. അവർ എത്രത്തോളം മറച്ചു വെക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിലും അതൊക്കെ അവരുടെ കയ്യിൽ നിന്ന് വിട്ടു പോകാറായി എന്നൊരു ചിന്ത അവർക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ മനസ്സിൽ മറച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഡീപ്പ് ഫീലിങ്സ് എന്ന് പറയുന്നത് ഇത്രത്തോളം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് തന്നെയാണ്. അപ്പൊ ഇത്രയും ഭയങ്കരമായിട്ട് സ്ട്രോങ് ആണ് അവരെന്ന് പുറത്ത് കാണിച്ചു നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പോലും
ഉള്ളുകൊണ്ട് അവർ വീക്ക് ആണെന്നുള്ളതാണ് കാണുന്നത്. കാരണം പൂർണ്ണമായും നിങ്ങളെ ലോസ് ചെയ്തു, അതായത് നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നൊരു ചിന്തയാണ് അവർക്കിപ്പോൾ ഭയങ്കരമായിട്ട്, അതായത് സ്വയം ട്രാപ്പായി പോയിരിക്കുന്ന ഒരു അവസ്ഥ. ആദ്യ സമയത്തൊന്നും തോന്നിയില്ല, എന്നാൽ ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായത് നിങ്ങളെ പൂർണ്ണമായും അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞതാണോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു നിങ്ങളുടെ സ്നേഹത്തെ ആണെന്നുണ്ടെങ്കിലും നിങ്ങളെ ആണെന്നുണ്ടെങ്കിലും വീണ്ടും അവരുടെ ലൈഫിലേക്ക് റിസീവ് ചെയ്യാനായിട്ട് അവർ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു എനർജിയാണ്. അവരുടെ ഇൻഡ്യൂഷൻ ആണെന്നുണ്ടെങ്കിലും അവരോട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഒരു രീതിയിലാണ്, നിങ്ങളെ തിരിച്ചു കൊണ്ടുവരണം. കാരണം അവർക്കൊരു നീതി വേണം, അതോടൊപ്പം നിങ്ങൾക്കൊരു നീതി നടപ്പിലാക്കണം. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അവർക്ക്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു എനർജിയിലേക്ക് ചേർത്ത് നിർത്താൻ സാധിക്കുകയുള്ളൂ. വളരെ ഒരു അൺകണ്ടീഷണൽ ലവ് ആണ്, ലവേഴ്സ് എനർജി ആണ്. വളരെ ഒരു അൺകണ്ടീഷണൽ ലവ് ആണ് നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തോന്നിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നത്. ഒരു ഫയർ പോലെ, അല്ലെങ്കിൽ അത്രയും പാഷനേറ്റ് ആയിട്ട് നിങ്ങളെ ഇപ്പോൾ നോക്കി കാണുന്നുണ്ട്. അവർ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ വന്നുകൊണ്ടിരിക്കുന്ന സമയം, അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന, സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിവൈൻ ടൈം ആണ്. ആ ഒരു ഫുൾഫിൽമെന്റ്, അല്ലെങ്കിൽ ആ ഒരു ഹാപ്പിനെസ് വീണ്ടും റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ടൈം ആയിരിക്കുന്നു എന്നൊരു ചിന്ത അവരുടെ ഉള്ളിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ഇൻഡ്യൂഷൻ ഈ ഒരു സമയത്ത് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ വളരെയധികം അട്രാക്റ്റീവ് ആയിട്ട്, അല്ലെങ്കിൽ വളരെയധികം എനർജറ്റിക് ആയിട്ട് നിങ്ങളുടെ എനർജിയെ അട്രാക്ട് ചെയ്യുന്നതും, അതുപോലെ തന്നെ നിങ്ങളിലേക്ക് സറണ്ടർ ആവുക എന്നുള്ള ഒരു തോട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതും. അപ്പൊ ഇതാണ് നിങ്ങളുടെ പേഴ്സന്റെ ഒരു ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണ് എന്നുള്ളത് നോക്കുമ്പോൾ നമുക്ക് വരുന്ന ഒരു കാര്യങ്ങള്, അവരുടെ ഉള്ളിൽ അവർ മറച്ചു വെച്ചിരിക്കുന്ന, ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫീലിങ്സിനെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട്, അല്ലെങ്കിൽ വളരെ ഒരു ഡീപ്പ് ആയിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ റീഡിംഗ്. നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഇതിനെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു റീഡിംഗ് ആയിട്ടും നിങ്ങളുടെ പേഴ്സൺ ആയിട്ടും ഒക്കെ കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നോക്കാം. അക്വേറിയസ് വന്നിട്ടുണ്ട്, സോഡിയാക് സൈൻ. പുണർദം എന്നൊരു സ്റ്റാർ, എസ് എന്നൊരു ലെറ്റർ, ജെ എന്നൊരു ലെറ്റർ, 19, പൂരാടം, ടി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, 38, രോഹിണി, 7 എന്നൊരു നമ്പർ, 1988, സ്കോർപ്പിയസ്, 6 എന്നൊരു ലെറ്റർ, ചോതി എന്നൊരു സ്റ്റാർ, എച്ച്. അതർ കൺട്രീസ് കാണിക്കുന്നുണ്ട്, നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഔട്ട്സൈഡ് ആയിരിക്കാം. പാലക്കാട്, വയനാട്, മകം, നവംബർ മന്ത്, എസ്, കൊല്ലം ജില്ല, 6 എന്നൊരു ലെറ്റർ. റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്ലൂസ് ഒക്കെ ഉണ്ട്, നിങ്ങളത് ചെക്ക് ചെയ്യുക. എ എന്നൊരു ലെറ്റർ, ട്രിവാൻഡ്രം, ഒക്ടോബർ മന്ത്, എം എന്നൊരു ലെറ്റർ, തിരുവോണം, 1982, അശ്വതി, ട്രിവാൻഡ്രം, 28, കൊല്ലം എന്നൊരു ജില്ലയാണ് ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ക്ലൂസ് റിപ്പീറ്റ് ചെയ്തൊക്കെ വന്നിട്ടുണ്ട്, നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കണം. ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും, നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജിയും എല്ലാം വെച്ച് നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുക. റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്ത് അറിയിക്കുക, അതുപോലെ തന്നെ ക്ലെയിം ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുകയും കൂടെ ചെയ്യണം. അപ്പോൾ വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.